എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ലോകത്ത് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ അത് ശരിയായ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ? അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതെങ്ങനെയാണ് സാധ്യമാക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര അധികം പ്രാധാന്യം വന്നത്? നമുക്കൊന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഏതൊരു സംരംഭത്തിന്റെയും ഏറ്റവും വലിയ വെല്ലുവിളി ഇതുതന്നെയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ ഒരുപാട് കാശ് മുടക്കി ഒരു പരസ്യം ചെയ്യുന്നു. പക്ഷേ അത് കാണേണ്ട ആൾക്കാർ തന്നെയാണോ കാണുന്നത്? ശരിക്കും പരമ്പരാഗത മാർക്കറ്റിംഗിന്റെ തലവേദന തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നമുക്ക് പണ്ടത്തെ മാർക്കറ്റിംഗ് രീതികളെക്കുറിച്ച് ഓർത്തു നോക്കാമല്ലേ? ടെലിവിഷനിലെ പരസ്യങ്ങൾ, പത്രങ്ങളിൽ വരുന്നത്, റോഡരികിലെ വലിയ വലിയ ഹോർഡിങ്ങുകൾ, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു വലിയ ജനക്കൂട്ടത്തിലേക്ക് നമ്മുടെ മെസ്സേജ് എത്തിക്കാൻ നോക്കുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അത് ശരിക്കും വേണ്ടപ്പെട്ട ആളുകളിലേക്കാണോ എത്തുന്നത്? ഒരു ഉറപ്പുമില്ല. അപ്പോ ഇതിന്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഭയങ്കര ചെലവാണ്. രണ്ട്, അതിന്റെ റീച്ച്, അതായത് പ്രചാരം, ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങിപ്പോകും. പിന്നെ കസ്റ്റമറുമായിട്ട് സംസാരിക്കാൻ ഒരു വഴിയുമില്ല. നമ്മൾ ഇങ്ങോട്ട് പറയുന്നു, അത്രയുള്ളൂ. പക്ഷെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? എത്ര പേര് ഈ പരസ്യം കണ്ടു? ഇതിൽ നിന്ന് എത്ര കച്ചവടം നടന്നു? ഇതൊന്നും കൃത്യമായി അളക്കാൻ പറ്റില്ല. എന്നാല് ഇന്റർനെറ്റ് വന്നതോടെ കഥയാകെ മാറി. നമ്മളിപ്പോ ഒരു ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കാലത്താണെന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അടിപൊളി പരിഹാരമായിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ അങ്ങനെയുള്ള ഡിജിറ്റൽ വഴികളിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു വെറും പരസ്യം കൊടുക്കലല്ല കേട്ടോ. ഇത് കസ്റ്റമേഴ്സുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാനുള്ള ഒരു പുതിയ വാതിൽ കൂടിയാണ്. ഈ രണ്ടെണ്ണവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാല് അത് വളരെ വലുതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ലോകത്തെവിടെ വേണമെങ്കിലും എത്താൻ പറ്റും, അതും വളരെ കുറഞ്ഞ ചെലവിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് സംസാരിക്കാം, അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നറിയാം. പിന്നെ നമ്മൾ മുടക്കുന്ന ഓരോ രൂപയ്ക്കും എന്ത് റിസൾട്ട് കിട്ടിയെന്ന് കൃത്യമായിട്ട് അളക്കാനും പറ്റും. അപ്പൊ ശരി, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഇതിന് അതിന്റേതായ കുറച്ച് തന്ത്രങ്ങളും ടൂൾസുമൊക്കെ ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ പ്രധാന ആയുധങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ നമ്മുടെ വെബ്സൈറ്റ് മുന്നിലെത്തിക്കാൻ സഹായിക്കുന്ന SEO, പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതുപോലെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ വഴി ബന്ധപ്പെടുന്നത്, പിന്നെ ഓരോ ക്ലിക്കിനും പണം കൊടുത്ത് പരസ്യം ചെയ്യുന്ന PPC, ഇതൊക്കെ വഴി നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്താം. ഒരു ഉദാഹരണം പറയാം. SEO എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിന്റെ ചില ബോട്ടുകൾ ലോകം മുഴുവനുള്ള വെബ്സൈറ്റുകളിൽ പോയി വിവരങ്ങൾ ശേഖരിക്കും. ഇതിനെയാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ വിവരങ്ങളെയൊക്കെ ഒരു വലിയ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പോലെ തരംതിരിച്ചു വെക്കും. അതാണ് ഇൻഡെക്സിംഗ്. അവസാനം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഉത്തരം റാങ്ക് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ ഈ റാങ്കിങ്ങിൽ മുകളിലെത്തിക്കുന്ന ആ പരിപാടിക്കാണ് നമ്മൾ SEO എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ കണ്ടന്റ്. ആളുകളെ നമ്മുടെ വെബ്സൈറ്റിലേക്കും സോഷ്യൽ മീഡിയ പേജിലേക്കുമൊക്കെ ആകർഷിക്കുന്നത് നല്ല കണ്ടന്റാണ്. അത് ചിലപ്പോൾ ബ്ലോഗാകാം, വീഡിയോ ആകാം, നല്ല ചിത്രങ്ങളാകാം. ചുരുക്കി പറഞ്ഞാൽ, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന നല്ല വിവരങ്ങൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് നമ്മളിലൊരു വിശ്വാസം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത്ര വലിയൊരു വിജയമാകുന്നത്? ഇതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, അതിന്റെ റീച്ച്, അതായത് പ്രചാരം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ ഗ്രാമത്തിലിരിക്കുന്ന ഒരാൾക്ക് പോലും ലോകത്തിന്റെ ഏത് മൂലയിലുള്ള കസ്റ്റമറുടെ അടുത്തേക്ക് എത്താൻ പറ്റും, അതും വലിയ ചിലവൊന്നുമില്ലാതെ. ഇത് ചെറിയ ബിസിനസ്സുകൾക്ക് വലിയ കമ്പനികളുമായിട്ട് വരെ മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ വലിയ ഗുണം എന്താണെന്നറിയോ? കൃത്യത. അതായത് നമുക്ക് വേണ്ട ആളുകളിലേക്ക് മാത്രം പരസ്യം എത്തിക്കാം. ഉദാഹരണത്തിന്, എനിക്ക് 20നും 30നും ഇടയിൽ പ്രായമുള്ള, ഫാഷനിൽ താൽപ്പര്യമുള്ള, കൊച്ചിയിൽ താമസിക്കുന്ന സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കും. അതുമാത്രമല്ല, എത്ര പേരാ പരസ്യം കണ്ടു, അതിലെത്ര പേർ ക്ലിക്ക് ചെയ്തു എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാനും പറ്റും. മൂന്നാമത്തെ കാര്യം, ആളുകളുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ്. സോഷ്യൽ മീഡിയ വഴി നമുക്ക് അവരോട് നേരിട്ട് സംസാരിക്കാം, അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാം. ഇത് വെറുമൊരു കച്ചവടം എന്നതിലുപരി ഒരു വിശ്വാസവും ഒരു കണക്ഷനും ഉണ്ടാക്കിയെടുക്കും. മറ്റുള്ളവരുടെ നല്ല റിവ്യൂസ് കാണുമ്പോൾ പുതിയ കസ്റ്റമേഴ്സിന് നമ്മളിലുള്ള വിശ്വാസം കൂടും, അല്ലേ? അപ്പോ ഈ പറഞ്ഞ ഗുണങ്ങളുടെയൊക്കെ അവസാനം കിട്ടുന്ന റിസൾട്ട് എന്താണ്? സിമ്പിൾ, കൂടുതൽ കച്ചവടം. ശരിയായ ആളുകളിലേക്ക് എളുപ്പത്തിൽ കുറഞ്ഞ ചെലവിലെത്തുമ്പോൾ
അവരെ കസ്റ്റമേഴ്സ് ആക്കി മാറ്റാനുള്ള സാധ്യതയും കൂടുമല്ലോ. ഈ ഡിജിറ്റൽ ലോകമെന്ന് പറയുന്നത് ഒരിടത്ത് നിൽക്കുന്ന ഒന്നല്ല, അത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി എന്തൊക്കെയാണ് ഈ ഫീൽഡിൽ വരാൻ പോകുന്ന പുതിയ ട്രെൻഡുകൾ? നമുക്ക് നോക്കാം. ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് മാറ്റങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ഇത് വെച്ച് ഓരോ ആൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ കാണിക്കാൻ പറ്റും. പിന്നെ റീൽസ്, ഷോർട്സ് പോലുള്ള ചെറിയ വീഡിയോകൾക്ക് ഭയങ്കര പ്രാധാന്യം വരും. നമ്മളെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം സംസാരിച്ച കാര്യങ്ങൾ തിരയുന്ന വോയിസ് സെർച്ച് സാധാരണമാകും. ഇതിനെല്ലാം ഉപരി കസ്റ്റമേഴ്സിന്റെ പ്രൈവസിക്ക് കമ്പനികൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലം കൂടിയാണ് വരുന്നത്. അപ്പോ അവസാനം ഒരു ചോദ്യം ബാക്കിയാണ്. ടെക്നോളജി ഇത്രയധികം വളർന്ന് എല്ലാം മെഷീനുകൾ തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാർക്കറ്റിംഗില് മനുഷ്യർ തമ്മിലുള്ള ആ ഒരു യഥാർത്ഥ ബന്ധത്തിന് എന്ത് സ്ഥാനമായിരിക്കും ഉണ്ടാവുക? ഇതൊരു നല്ല ചോദ്യമല്ലേ? ഈയൊരു ചിന്ത നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.